Visheshangal. I'm actually doing pretty adiboli here. Coming straight to the point. I'm actually a big fan of Valentine's Day. പണ്ട് തൊട്ട് എനിക്ക് വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പം ഭയങ്കര ഒരു തരം ഹരാണ്. ഞാൻ എപ്പോഴും വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് ഫോർ ബോത്ത് ഓഫ് us. പക്ഷേ ഈ 2026 വാലന്റൈൻസ് ഡേന് ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് I was not really like actually thinking about doing a lot of stuff because I am like so caught up with a lot of things in my life and ചില സമയം ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആവാറുണ്ട്. സോ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമോ കാലമോ നേരോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ദിസ് വാലന്റൈൻസ് ഡേ I didn't have like anything planned, but my sweet husband had something like planned for both of us. എപ്പോഴും മൂപ്പർ എന്തെങ്കിലുമൊക്കെ മൂപ്പറും പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഈ വാലന്റൈൻസ് ഡേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. മൂപ്പർ ചെയ്ത കുറേ കാര്യങ്ങൾ മെയ്ഡ് ദിസ് വാലന്റൈൻസ് ഡേ ലൈക്ക് സോ 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 സ്പെഷ്യൽ. ഇത്രയും കാലത്തെ വാലന്റൈൻസ് ഡേയില് ദിസ് വാസ് ദ ബെസ്റ്റ് എവർ വാലന്റൈൻസ് ഡേ എന്ന് ഞാൻ പറയും. ഇതിനെക്കാളും ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇതൊന്നും ഞാൻ വ്ളോഗ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ബിക്കോസ് ദിസ് വാസ് നോട്ട് ഇൻ മൈ ഹെഡ്. പക്ഷേ it was so nice of him and I would say like it was so thoughtful of Akash Pradeep to record everything. I think this video is going to be a very memorable memory Valentine's Day. Let's watch it. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇന്ന് ഇസ് വാലന്റൈൻസ് ഡേ ആൻഡ് വി ഹാവ് പ്ലാൻ സംതിങ് ബിഗ് ഫോർ അമ്മുക്കുട്ടി. വാവ വന്നതിന് ശേഷം നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഞാനും വാവയും മോളും ലൈക്ക് നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു കുഞ്ഞു ലോകം. ബട്ട് ലൈക്ക് വി ഡോണ്ട് ഗെറ്റ് ടു ഡു എനി ഓഫ് ദോസ് തിങ്സ് ദാറ്റ് വി യൂസ് ടു ഡു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ ഐ പ്ലാൻ സംതിങ് റിയലി സ്പെഷ്യൽ ഫോർ ഹർ. നമുക്ക് കുറച്ച് സാധനം ചെയ്യാനുണ്ട്, നമ്മൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് എൻ്റെ കൂടെ യു ഗൈസ് ക്യാൻ ഫോളോ മീ ആൻഡ് ലെറ്റ്സ് സീ ഹൗ എവറിതിങ് ഗോസ്. അപ്പോൾ ഐ നോ എ പ്ലേസ് വേർ അമ്മു എപ്പോഴും പോയിട്ട് ഷോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആൻഡ് അവിടുത്തെ കുപ്പായൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് മേക്സ് ഹർ ലുക്ക് ഹോട്ട്. ഷീസ് ഹോട്ട് ഇൻ എനി ഡ്രസ്സ് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ അവൾക്ക് അത് ഡ്രസ്സ് ഇഷ്ടത ആയതുകൊണ്ടും നമുക്ക് വേറെ നല്ല കടയൊന്നും അറിയാത്തതുകൊണ്ടും നമ്മളിപ്പോൾ അവിടെ പോയിട്ട് നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാണ്. എൻ്റെ സെലക്ഷൻ ഉഷാറാണെന്ന് വെച്ചാൽ അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെയാണ് പോകുന്നത്. ദിസ് ഇസ് ഡൈനമൈറ്റ്സ്, ദിസ് ഇസ് അപർണാസ് ഫേവറേറ്റ് പ്ലേസ് ടു ഷോപ്പ്. സോ ലൈക്ക് ഞാൻ മാത്രം ഇവിടെ ഒരു ആണായിട്ട് വരുന്നുള്ളൂ, ബാക്കി ഞാൻ കണ്ട ആൾക്കാരെ കപ്പിളായിട്ട് വന്നത്. നമുക്ക് പോയി ചോദിക്കാം. I'm here shopping for my wife. Anything that makes her look cute. I haven't had any issues with Safeway before. Honestly, they're pretty. And they built a bouquet for me, and like I built a bouquet for my aunt for her birthday, and it looked really cute. She get some chocolates too. Oh. Yeah. Okay. Perfect. Yeah. Bye. You too. So, dress done. ഇനി അടുത്ത പരിപാടി we need chocolates and we need some flowers. എൻ്റെ ഒരാൾക്ക് കുപ്പായം വാങ്ങി. ഇനി എൻ്റെ അടുത്ത സുന്ദരിക്ക്, എൻ്റെ ചക്കര മുത്തിന് ഞാൻ ഒരു കുപ്പായം വാങ്ങണം. സോ ബേസിക്കലി നോറ ബേബിയുടെ ഫസ്റ്റ് വാലന്റൈൻ ഇസ് ഒബ്വിയസ്ലി ഗോയിങ് ടു ബി മീ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാവക്ക് എന്തായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ ആയ ഡ്രസ്, ഒരു ചെറിയ ബൊക്കെ. ഞാനൊന്നും പറയാൻ പാടില്ലല്ലോ. ഊപ്സ്, ഇതിൽ സർപ്രൈസ് ആയിരുന്നു. ഓക്കെ, പക്ഷേ എനിവേ നമുക്ക് വിൽ ഗോ ഗെറ്റ് ദാറ്റ് നൗ. ഇനി ഇവിടെ നിന്നൊരു വാച്ചില്ലല്ലോ ഇന്ന്. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മളവിടെ എത്തും. സോ ഇറ്റ്സ് എന്തായിരുന്നു അടിപൊളി കടയാണ്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു വളരെ അടിപൊളിയുള്ള കടയാണ്. കാരണം ഞാനും അപ്പറിനെയും വെൻ ഷി വാസ് പ്രഗ്നൻറ്റ് നമ്മളവിടെ ആദ്യം പോയായിരുന്നു. സോ ദാറ്റ് ലേഡി വാസ് സൂപ്പർ നൈസ്. ഷീ ഗോട്ട് എസ് എ വെരി പ്രിറ്റി ഡ്രസ്. അപ്പോൾ അവൾക്ക് നമ്മൾ അന്നേ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമുള്ള കളർ ഉള്ള ഒരു ഡ്രസ്സ് അവൾക്ക് കിട്ടുമോ നോക്കട്ടെ. വിൽ ഗെറ്റ് വൺ ഓഫ് ദോസ് ആൻഡ് വിൽ ഹാവ് ടു ഡു സം മോർ അതർ സ്റ്റഫ്. ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ്. എനിക്കൊന്നൊരു +2 +3 ഒക്കെ അല്ലാമല്ലേ. സോ ബൈ ദ വേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരാ ക്യാമറ എടുക്കുന്നത് വെച്ചാൽ ദാറ്റ്സ് മൈ ഫ്രണ്ട് അമൽ ബ്രോ. കാണിച്ചാ ഓക്കെ. പഠിച്ചോ, മോളിനെ കൊണ്ട് അടുപ്പിക്കാൻ പറ്റില്ലല്ലോ. നല്ല മണട്ടാ കിറുക്ക. ബേസ്കറ്റ് കേസ് ഇല്ലേ, എന്തോ ബേക്ക് ചെയ്ത മണ്ണുണ്ട്. ഹായ്. Have like little pairs of socks that have little hearts on them, which are very cute. These little socks that have little hearts. You said she's 2 months now? Yes, she's. I was looking for something like a dress or a frock or something like that. Something like that. Would that be her size?
That's 3 to 6, but it is on the smaller size. Long casino. Okay. We are at Wascana flower shop. ഇനി പോയിട്ട് കുറച്ച് പൂവൊക്കെ വാങ്ങണം. മോളിന് റോസസ് ഇഷ്ടമല്ല. സോ ഇവിടെ ഐ ഹോപ്പ് ഇവർക്ക് ട്യൂലിപ്സ് ഉണ്ടെന്ന്. അപ്പോൾ അവരുടെ സാധനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വി നീഡ് ടു ഗോ ദർ. I'm getting so bummed out. പക്ഷെ നമുക്ക് we'll figure this out guys. കാരണം സർപ്രൈസ് needs to be an awesome one. അല്ലേ? These bubblegum tulips here, they're Wow. dyed colors, so they're beautiful. Or if you're looking for a really nice... You have a small brooch or something? Because it's for my wife and we just had a baby, so it's, Oh, it's congrats. almost had a baby too. So I want something for my baby because I'm going to be her first Valentine. Oh. And I also want something for my wife. So Perfect. she likes tulips, so probably going to go tulip for her. Oh, You can't go wrong. Yeah, baby girl on a pony. Yeah, definitely. കൊള്ളാം കേട്ടോ. Yeah. That's one of the little. Oh, that's so nice. നമ്മളിത് വേഗം ഇവിടെ എത്തിയിരിക്കുന്ന മോള് ഇപ്പോൾ എത്തുന്നതാണ് ന്യൂസ് കിട്ടിയത്. നമുക്കറിയില്ല, അവള് ക്ലാസ്സിൽ പോയേക്കുമായിരുന്നു. വി നീഡ് ടു ഗോ ഔട്ട് നൗ. വേറെ സ്ഥലത്ത് പോകാനിട്ട് അത് നമുക്ക് അവളെയും കൂട്ടിയിട്ട് പോയിട്ട് അവളെ റിലാക്ഷൻ എടുക്കാം. ഓക്കെ. അച്ഛനെ മുത്തുമണി ആടും ബാബാക്കട രണ്ട് അമ്മ നമുക്ക് പിന്നെ അമ്മ വരുന്നതിന് മുമ്പ് ആണ്ട് ബാബക്ക് ഞാൻ ഒരാണ്ട് കിട്ടി അച്ഛ അതൊക്കെ വാവച്ച് കൊണ്ടുവന്നു കാണണോ വാവച്ച് കാണണോ ആണോ ആ ഇനി നോക്കൂ അവരെ ഫസ്റ്റ് പോണി ഇഷ്ടായ അച്ഛനെ കൂട്ടിട്ട് അമ്മ വേണ്ട വാലന്റൈൻസ് ഡേക്ക് എല്ലാം എന്താ വാങ്ങി പാറി പറന്നോ തുമ്പിയെ പോലെ ഒന്നുമില്ല വാള നോക്ക് വാളതാ കളിക്കുന്നത് വിളിക്ക് ഇവിടെ വാ എനിക്കറിയായിരുന്നു എന്തെങ്കിലും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇവളെന്നെ കൊല്ലും. എന്താ വാങ്ങിയത്? നോക്ക് തുറന്നു ഉടുപ്പ് മാത്രമേ ഉള്ളൂ, എനിക്ക് പണ്ടങ്ങളൊന്നുമില്ല. പണ്ടങ്ങളൊന്നുമില്ല, സോറി. ആകാശയുടെ പണ്ട് ഇങ്ങനെയാണ്, ഭയങ്കര സർപ്രൈസ് വീരനാണ്. എന്റെ കൂടെയുള്ള എല്ലാ വാലന്റൈൻസ് ഡേക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും പറയില്ല. അയാള് വെസ്കാനെന്ന് വണ്ടക്കാശത്ത് തെളിയിച്ചണ്ട് എന്നോട് ചോദിക്കുന്നു ചേട്ടാ ഞാനാ അത് വളരെ അതെ നമ്മളവരുടെ പുലിക്കുട്ടി അല്ല അതിന് ചുണ്ടുമണി കേട്ടോ. സാധാരണ സ്വന്തമൊന്നുമില്ല. യെസ്. അയ്യോ അല്ല കൊക്കള 4 ഭാഗത്തേ പോയി ഭയങ്കര ടേസ്റ്റാണ് അവര് പറഞ്ഞത്. ആദ്യത്തെ നമുക്കൊരു കുതിരേനെ കൊടുക്കാം. എന്താ രസമുണ്ടോ? ഭയങ്കര ഭയങ്കര അടിപൊളിയൊന്നും പറഞ്ഞേ. ആകാശത്തിന് നീ പോണം, വേറെ റെഡിയാവും. പോകുന്നുണ്ട് വള്ളത്തിൽ വെച്ചില്ലെങ്കിൽ ഈ സങ്കടം കിട്ടും. ഇനി അടുത്ത പരിപാടി ഇസ് ഡിന്നർ. ഒരാള് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേഗം പോവാ. നമുക്ക് റിസർവേഷൻ ഉണ്ട്. ഞാൻ എന്താ ഉണ്ട് ബ്ലാക്ക് ഇടുന്ന പ്രശ്നമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വളരെ സിമ്പിൾ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് എലാബറേറ്റ് ഒന്നുമില്ല. പക്ഷെ ലാഷസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി മുടി കൂടി കെട്ടാ, ഡ്രസ് ഇടാ, എന്നിട്ട് പോവാ. നമുക്ക് അടിക്കാട്ടോ. ഇത് ആകാശത്തിന് എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചത് ടോം ഫോർഡ് ആണ്. അത് ഊരാൻ കഴിയൂല. ഊരാൻ കഴിയും. മതി റെഡിയായി.
outfit. കൊള്ളാം കേട്ടോ. പൊളിയായിട്ടുണ്ട്. രസമുണ്ടോ? ഇന്നത്തെ പറ്റി പോകണ്ടേ? അടിപൊളിയാണ്. മറ്റേ CD ബുസ്സയുടെ പാട്ട് പാട്. ഇങ്ങനെയാണോ വാലന്റൈൻസ് ഡേക്ക് പോവാ? എന്നാ റൊമാൻറ്റിക് വേറെ പാട്ട് പാടാം. Romance. ഓടിയോ? എനിക്ക് ബാഗ് ഒന്നും ഇല്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾ എനിക്ക് കോച്ചിന്റെ ബാഗ് വെച്ചത്. എന്ത് പറയാനാ ഗൈസ്? ഞാൻ എക്സ്പെൻസീവ് ഒന്നുമല്ല. ചില ദിവസങ്ങളിൽ മാത്രം ഞാൻ എക്സ്പെൻസീവ്. നിങ്ങൾ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടോം ഫോർഡിന്റെ സ്പ്രേന്റെ പൈസ നോക്കിയാൽ ലിപ്സ്റ്റിക് എടുത്തില്ല, പക്ഷെ കുഴപ്പമില്ല. ലിപ്പ് ഗ്ലോസ് ഉണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ലിപ്പ് ഗ്ലോസ് പോയാലോ? എനിക്ക് തോന്നുന്നു ഞാൻ ജോലിക്ക് പോകുമ്പോൾ അത് ഞാൻ കുറച്ച് നല്ലോണം മേക്കപ്പ് ഇട്ടിട്ട് പോവാറ്. ഇത് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്രയും ഒരുങ്ങിച്ച് പോകുന്നത്. ഗ്ലാൻഡ. എങ്ങനെയുണ്ട് ഡ്രസ്സിന്റെ ഇത്രയും കറക്റ്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലായത്? അത് ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പോയി പറഞ്ഞു, നീ ഇത്ര വണ്ണുണ്ട്. നിങ്ങളതിന് ഈ സമയത്തിന് ഡിന്നർ പറഞ്ഞ് നമ്മളെപ്പോഴും ലേറ്റ് ആയിട്ടല്ലേ പോലെ? ഒരു വെറൈറ്റിക്ക് നമുക്ക് നമ്മൾ വെള്ളക്കാരെ പോലെ എന്താ പറയാ, വെള്ളക്കാരൊക്കെ നേരത്തെ കഴിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് അവർ സ്ലിം ഇവിടുത്തെ ആൾക്കാര് 5 മണിക്കാണ് ഡിന്നർ കഴിക്കാം. ആകാശ് തടിയനാന്ന് മോളെന്തിനാ പറയുന്നത്? 5 മണിക്ക് ചായന്റെ സമയത്ത് എന്തിനാ ഈ ഡിന്നർ കഴിക്കുന്നത്? അത് ഞാൻ പറയാം. ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോ ആവശ്യം എപ്പോഴുള്ള ഒരു സൂക്കാടാണ്. ആരാന്റെ കല്യാണത്തിന് പോകുമ്പോഴും അന്നേരം അവിടെ ടൈമിനെത്തണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം ആകാശമുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ലേറ്റ് ആയിട്ടും ലേറ്റസ്റ്റ് ആയി പോകാനാണ് ഇഷ്ടം. എന്റെ ക്ലാസ്സിനെല്ലാം ഞാൻ എപ്പോഴും 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് പോകാൻ നല്ലൊരു സ്വഭാവം. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കും ഇങ്ങനെ. ഐ ലൈക്ക് അറ്റൻഷൻ. ലുവാൻ എടുത്ത് വെറുതെ ഒരു വെറൈറ്റിക്ക് നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാലോ. ലുവാനിൽ ഈ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. 5 മണിക്ക് എല്ലാവർക്കും ജോലി എടുക്കുന്നത്. ഉണ്ടാണ്ട് കൂടെ എന്നാ പറയാല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞത് വേഗർന്ന് ലേറ്റ് ആഞ്ഞോട് ആരാ പറഞ്ഞേ? എന്റെ മോതിരം കണ്ടിനാ? എന്റെ മോതിരം കണ്ടിനാ? ഇതെന്റെ സ്വരോസ്കിന്റെ ഡയമണ്ട്സ്. ആർക്കും സംശയം? പ്യൂർ ഫൈനസ്റ്റ് ഫോം ഫ്രം സ്വിറ്റ്സർലാൻഡ്. സിഗ്നൽ ആവാത്ത എടോ, സിഗ്നൽ എന്താവാത്ത? അങ്ങോട്ടല്ലല്ലോ പോണത്. നമുക്ക് എവിടെ പോണെങ്കിൽ സിഗ്നൽ ആവണോ? എനിക്ക് സിഗ്നൽ ഒന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് റെഡ് ലൈറ്റ് കട്ട് ചെയ്ത് പോകുന്നത് ഇഷ്ടം. ചത്തു പോകുമ്പോ മനസ്സിലാവും. ടിപ്പിക്കൽ ഇന്ത്യൻ. നമ്മളിങ്ങനെ എയർപോർട്ടിൽ പോകുന്ന വെറുതെ രസത്തിന് നമുക്ക് എയർപോർട്ട് വഴി ഇറങ്ങിപ്പോ, എയർപോർട്ട് വഴി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. നമ്മളെവിടെയാ പോകുന്നത്? നമ്മൾ എയർപോർട്ടിലേക്കല്ല പോകുന്നത്. നമ്മള് എനിക്ക് ഒരാൾ പിക്കപ്പ് ചെയ്യാനുണ്ട്, സർപ്രൈസ്. എന്റെ പുതിയ നിന്റെ കോ വൈഫിനെ ഞാൻ പിക്കപ്പ് പോവാ. നമ്മളെവിടെയാ പോകുന്നത്? ഒരു സ്ഥലത്ത് കാണിച്ചതാ. പക്ഷേ നിങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പിൽ അതെ, ഞാൻ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടാ എയർപോർട്ട്. ഞാൻ പറഞ്ഞത് എയർപോർട്ടിലേക്കല്ല പോകുന്നത്, നീ ഓരോന്നാക്കിട്ടല്ലേ എയർപോർട്ടിലേക്ക് നല്ല പോന്നെ. Are you serious? എന്ത് സീരിയസ്? എന്താ ആരാ എന്താ തമാശ കളിക്കുന്ന കാര്യം പറയണ ടെൻഷൻ ആണ്. എന്തിനു ടെൻഷൻ? ഞാൻ വെറുതെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കറക്കാൻ വേണ്ടി ശരിക്കും തിരിച്ചുവിളി. ഗായത്രിനെ വിളിച്ചത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഉണ്ട് ഗായത്രി. അയ്യോ, I didn't expect that. ഞാൻ കരുതില്ല. എക്സൈറ്റഡ് ആണോ? Excited ആണ്. ആകാശത്ത് പോകണം. എന്നോട് കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടുപോകും. ഗായത്രിയും പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടുപോകും. പക്ഷെ ഈ ഒരു നല്ല സന്ദർഭത്തിൽ ആകാശേട്ടൻ ഇത്രയും ചിന്തിക്കുന്നത് എനിക്ക് ഞാൻ വിചാരിച്ചില്ല. ചുമ്മാ ഞെക്കിയൊക്കെ തുറന്നല്ലോ. നിങ്ങൾ ഇത്രയും തോട്ട്ഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. Our pilots Gayatri. ഈ ഒരു സ്ഥലം ഞങ്ങൾ റെന്റ് എടുക്കാൻ പോകുന്നതാണ് അടുത്ത മാസം. ഞങ്ങളൊരു പുതിയൊരു പ്രൈവറ്റ് ജെറ്റ്, അതിലെ പൈലറ്റ് നമുക്ക് റെഡിയാണ്. ഗായത്രി രണ്ട് പൈലറ്റ്, ഒന്ന് എടപ്പള്ളിയിലാ. ഇവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് റണ്ണപ്പ് ചെയ്യാൻ, അതാണ് നമ്മുടെ റണ്ണപ്പ് ഏരിയ. അവിടെ പോയി റണ്ണപ്പ് ചെയ്യും, എന്നിട്ട് പിന്നെ പോകും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. സർപ്രൈസ് ആയിപ്പോ എല്ലാ ആകാശായിട്ട് പറഞ്ഞ സെറ്റാക്കി. ഫ്ലൈറ്റിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലൈറ്റിനെ വാക്ക് അറൗണ്ട് ചെയ്യും. അതായത് ഫ്ലൈറ്റിനെ ബേസിക്കലി ചെക്ക് ചെയ്യും, ഫ്യൂവൽ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, എല്ലാം, ഓയിലൊക്കെ. നമുക്ക് കിട്ടിയത് ഇതാണെന്ന്, മഞ്ഞ. നല്ല ഐശ്വര്യമുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ നൈറ്റ് ഫ്ലൈറ്റ് ആവില്ല, ബട്ട് ഇൻ കേസ് നൈറ്റ് ടൈം അങ്ങോട്ട് ക്രോസ് ചെയ്യുമോ എന്ന് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി എല്ലാം ചെക്ക് ചെയ്യും ഇന്ന്.
ലൈറ്റ്സും ഒക്കെ ചെക്ക് ഒരു വർഷം പഠിച്ച ഒരു പെണ്ണെങ്കിലും അതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. അത് ഫ്ലൈറ്റിൽ ബോറടിക്കുമ്പോൾ ഗായത്രിക്ക് ഒന്ന് പെട്ടെന്ന് എഴുതാൻ വേണ്ടി. ഗായത്രി ഇത്രയും വലിയൊരു വണ്ടിയാണ് ഓടിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഗ്രീൻ ലൈറ്റ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ റെഡ് ലൈറ്റ് ആയിരിക്കും. ഇത് ആക്ച്വലി രാവിലെ പോകുമ്പോൾ ഈ 2 ലൈറ്റ്സ് വേണ്ട, ബട്ട് ഇൻ കേസ് നമ്മൾ നൈറ്റ് ടൈം ആയിക്കഴിഞ്ഞാൽ ലീഗലി ഈ ലൈറ്റ്സ് ഇല്ലാതെ ഫ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ. ഗായത്രി ഇത് ഛർദ്ദിക്കാനുള്ള ബാഗ് ഉണ്ടോ? ഉണ്ട്. അത് വരൂല, ഇന്നാണെങ്കിൽ തീരെ ബംപിയല്ല ഫ്ലൈറ്റ്. പക്ഷെ എന്നാലും എനിക്കൊരു പേടി, എന്നാലും ഛർദ്ദിച്ച് ഫ്ലൈറ്റ് മൊത്തം ഛർദ്ദിയായി. എനിക്ക് മറ്റേ CID മുസിലെ സലീം കുമാറിന് അത് ഓർമ്മ വരും. കൊണ്ടുപോവാണ്. We are going flying on Valentine's Day. ഇവിടെ ചോദിച്ചിട്ട് heat cold, primer as required, masters on, beacon lights on. I really feel this entire thing was like very dreamy for me in every single aspect because this was like totally unexpected. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാണ്ട് എൻ്റെ അടുത്തേക്ക് വന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഫ്രം ദ വെരി ബിഗിനിങ് ടു ദി എൻഡ് ഓഫ് ദിസ് ലൈക്ക് കുട്ടി ട്രിപ്പ് ഐ വാസ് ലൈക്ക് എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എവറി സിംഗിൾ സെക്കൻഡ് ഐ വാസ് ലൈക്ക് വെരി എക്സൈറ്റഡ് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ് ദാറ്റ് നമ്മൾ പോയ ടൈം ഭയങ്കര കറക്റ്റ് ടൈമായിരുന്നു. വൺ വാസ് ഇത് ഗോൾഡൻ അവർ ആയിരുന്നു. സോ ദ സ്കൈ വാസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ആ ഒരു സൺസെറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് അടിപൊളി. ആൻഡ് ഐ തിങ്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, ഐ നെവർ ഹാഡ് ലൈക്ക് എ വാലന്റൈൻസ് ഡേ ലൈക്ക് ദിസ് ബിഫോർ ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് മെമ്മറബിൾ വാലന്റൈൻസ് ഡേ സോ ഫാർ. ആൻഡ് ഇത് ഞാൻ എത്ര എൻജോയ് ചെയ്തു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടായത്. ഗായത്രിക്ക് പ്ലെയിന് മാത്രം ഓടിക്കാനല്ല, ട്രാക്ടർ ഓടിക്കാൻ അറിയാം. കണ്ട ഗൈസ്, ഇതാണ് ഹീറോയിസം, യഥാർത്ഥ ഹീറോയിസം. ട്രാക്ടറായി തിരിച്ചു വരുന്ന, ട്രാക്ടറും ഫ്ലൈറ്റുമായി തിരിച്ചു വരുന്ന ഗായത്രി. നമുക്ക് ആക്ച്വലി നമുക്ക് രണ്ടാക്കും മാത്രമായിട്ട് ഡേറ്റിന് പോവാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് ബാബേനെയും അമ്മേനെയും എല്ലാരെയും കൂട്ടിയിട്ടാണ് ഒക്കെ കൂട്ടി ഫാമിലി വാലന്റൈൻസ് ഡേ ഡേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ദിവസം? അടിപൊളിയായിരുന്നു. പിന്നെ മോള് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആകാശ് പാപ്പരായി ഗൈസ്. എന്ത് തോന്നി മീൻസ് കൊള്ളാം, നല്ലതായിരുന്നു. ഭാവനെ നോക്കി ഞാൻ നല്ല സുഖമായിട്ടായിരുന്നു. രാത്രി ഡിന്നർ അതിന്റെ ഭയങ്കര ബർഗർ and the chowder and there no bigger better burger. Bigger better burger. Bigger better burger. Bigger better burger. I ordered Alfredo ഫെറ്റിച്ചിനി ആൽഫ്രെഡോ, ചിക്കൻ ഫെറ്റിച്ചിനി ആൽഫ്രെഡോ. പക്ഷെ ഇതിനകത്ത് എൻ്റെ 200 ഗ്രാം ചിക്കൻ ഇല്ല, ചെറിയൊരു കഷ്ണം ചിക്കൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് സങ്കടമുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഐ ലവ് പാസ്ത. നിങ്ങൾ എന്നെ കുറേ കാലം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ നൗ യു മസ്റ്റ് ബി നോയിങ് ദാറ്റ് എനിക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. കടിയമ്മ ടേസ്റ്റ് ഉണ്ടോ? ബാബ പെട്ടെന്ന് എഴുന്നേറ്റു. അറിയില്ലമ്മ, ആ കണ്ടിട്ട് അതുപോലെ ഉണ്ട്. അമ്മ ബാബ പെട്ടെന്ന് എണീച്ചു. ബാബ ഇത്ര ഈ കൊട്ടയിലാണെന്നുണ്ടായി, പക്ഷെ പെട്ടെന്ന് എണീച്ചു. അപ്പം അമ്മയാണിപ്പോൾ വാവനെ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്താൽ അതിന് പെട്ടെന്ന് പാലിന് വേണ്ടി കരഞ്ഞാലോ വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാത്തത്.
എങ്ങനെ ഉണ്ടായി സോ നമ്മൾ ഏഴ്സിൽ വന്നു. വി ഹാഡ് എ വെരി ലവ്ലി ഡിന്നർ. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഇനീഷ്യലി നമ്മൾ രണ്ടാളും മാത്രമുള്ള ഒരു ഡേറ്റ് എന്ന് വിചാരിച്ച് വന്നെങ്കിലും നമുക്കങ്ങനെ വരാൻ തോന്നിയില്ല. സോ അല്ല, എല്ലാരും പറയും ഭാര്യ വലുതെന്ന്, പക്ഷെ എനിക്ക് ആദ്യം വന്നത് എൻ്റെ അമ്മയാണ്. മറക്കരുത് ഗൈസ്, മറക്കരുത്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ആണ് വന്നത്. സോ ദാറ്റ് വാസ് ലൈക്ക് വെരി നൈസ് ക്യൂട്ട് ലിറ്റിൽ ഡിന്നർ. ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് ഇറങ്ങിയതുകൊണ്ട് ഐ എം ലൈക്ക് വെരി ടയർഡ്. നാളെ എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് കുട്ടി വാലന്റൈൻസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു കുഞ്ഞി വ്ലോഗായി തിരിച്ചു വരുന്നത് തരാം. എല്ലാവരും ബൈ പറ. നമുക്ക് ഞാൻ ഓരോ ആൾക്കാരായിട്ട് വരാം. തരാം.